അപ്പോൾ ജോബി, ഇതാ ഒരു പ്രോബ്ലം. ഇതേമാതിരിയുള്ള പ്രോബ്ലംസ് ഒക്കെ വേറെ പ്ലേലിസ്റ്റിലാണ് കേട്ടോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മാതിരി. ഓക്കെ, സോ ഇതാണ് പ്രോബ്ലം. ഷോൺ ബിലോ ഈസ് എ വി വേഴ്സസ് ടി ഗ്രാഫ് ഫോർ എ പാർട്ടിക്കിൾ. ഇതാണ് വി വേഴ്സസ് ടി. ഓക്കെ, അതായത് ആദ്യത്തെ 3 സെക്കൻഡില് പാർട്ടിക്കിള് 2 മീറ്റർ പെർ സെക്കൻഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. പിന്നെ അടുത്ത 1 സെക്കൻഡില് -3 മീറ്റേഴ്സ് പെർ സെക്കൻഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. അടുത്ത 2 സെക്കൻഡില് വെലോസിറ്റി 0 ആണ്, അതായത് നമ്മുടെ പാർട്ടിക്കിള് എവിടെയും പോകുന്നില്ല. പിന്നെ അടുത്ത 1 സെക്കൻഡില് 1 മീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മുടെ പാർട്ടിക്കിള് പോണത്. അപ്പോൾ വാട്ട് ഈസ് ദി ആവറേജ് വെലോസിറ്റി ഫോർ ദി എൻറ്റയർ മോഷൻ ഓഫ് 7 seconds? What is the average velocity for the first 5 seconds? If the particle starts from x equal to 0 meters at t equal to 0 seconds, obtain the x versus t graph for the entire motion. Okay. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇതേമാതിരിയുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു വി വേഴ്സസ് ടി ഗ്രാഫ് തന്നാൽ ആ വി വേഴ്സസ് ടി ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയയാണ് മൊത്തമായ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മൊത്തം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓരോ ഭാഗത്തിലത്തെയും ഏരിയ കണ്ടുപിടിക്കണം. അതായത് വെലോസിറ്റി വേഴ്സസ് ടി ഗ്രാഫിന്റെ അടിയിലുള്ള ഗ്രാഫ്, അടിയിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ വി ഈസ് ഈക്വൽ ടു 0 ലൈനും നമ്മുടെ ഗ്രാഫും തമ്മിലുള്ള ഏരിയ. ഓക്കെ, പിന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, ഇവിടെ ഒരു കൺവെൻഷൻ ഉണ്ട്. അതായത് ഈ വി ഈസ് ഈക്വൽ ടു 0ന്റെ മേലെ വരുന്ന ഏരിയ പോസിറ്റീവായിട്ടും വി ഈസ് ഈക്വൽ ടു 0 ലൈനിന്റെ താഴെ വരുന്ന ഏരിയ നെഗറ്റീവായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യും. എന്നാലേ നമുക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ശരിയായിട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. അപ്പോൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ടോട്ടൽ ഈ 7 സെക്കൻഡ്സിലുള്ള ഡിസ്പ്ലേസ്മെന്റ് അറിയണം. കാരണം നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ എക്സ് is equal to V average into delta t. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഈ ടൈം ഇന്റർവെല്ലിൽ. അപ്പൊ നമ്മൾ മൊത്തം ടൈം ഇന്റർവെൽ ഓഫ് 7 seconds ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് അറിയണം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ദി ടോട്ടൽ ഏരിയ അണ്ടർ ദ വി ടി ഗ്രാഫ്. അപ്പൊ നമുക്ക് ഓരോ ഭാഗത്തിലത്തെയും ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഭാഗം കേട്ടോ, അപ്പൊ ഈ ഭാഗത്തിലത്തെ ഏരിയ എന്താണ്? ഈ ഭാഗത്തിലത്തെ ഏരിയ, ഇത് ബ്രെത്ത് വന്നിട്ട് 2 seconds, ഹൈറ്റ് വന്നിട്ട് ബ്രെത്ത് വന്നിട്ട് 3 seconds, ഹൈറ്റ് വന്നിട്ട് 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ ഭാഗത്തിലത്തെ ഏരിയ 2 into 3 is equal to 6 meters. കാരണം 2 meters per second multiplied by 3 seconds, ആ സെക്കൻഡും സെക്കൻഡും ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് 6 meters കിട്ടും. ഇനി ഈ ഭാഗത്തിലത്തെ ഏരിയ, ഈ അടിയിലുള്ള ഭാഗത്തിലത്തെ, അപ്പൊ ഈ ഭാഗത്തിലത്തെ ഏരിയ എന്താണ്? ഇതിന്റെ ബ്രെത്ത് വന്നിട്ട് 1 second, ഹൈറ്റ് വന്നിട്ട് -3 meters per second ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ -3 meters per second multiplied by 1 second is equal to -3 meters. അപ്പോൾ ഈ വെലോസിറ്റി, ഈ ഭാഗത്തിന്റെ ഏരിയ ഇതാണ്. ഇനി ഇവിടെ ഏരിയ ഇല്ല, കാരണം നമ്മുടെ ഈ ലൈൻ 0 ബി ഈസ് ഈക്വൽ ടു 0 ആക്സിസ് ആയിട്ട് കോയിൻസൈഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തിലെ ഏരിയ 0 ആണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത ഭാഗം, അതായത് ഈ 6 to 7 വരെയുള്ള ഭാഗം നോക്കാം. അപ്പൊ അവിടെ നമുക്ക് ആവശ്യം ഈ ഏരിയ ആണ്. അപ്പൊ ഈ ഏരിയയുടെ എന്താണ് ഈ ഏരിയ? ഇതിന്റെ ബ്രെത്ത് വന്നിട്ട് 1 second ആണ്, ഹൈറ്റ് വന്നിട്ട് 1 meter per second ആണ്. അപ്പോൾ 1 meter per second into 1 second, അപ്പോൾ സെക്കൻഡ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 meters. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എഴുതാം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് for 7 seconds is equal to 6 ഇത് -3
+1. ഇത് നെഗറ്റീവ്, കാരണം ഇത് അടിയിലുള്ള ഏരിയ ആണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 6 - 3 is 3, 3 + 1 is 4 meters. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് 4 meters. അപ്പോൾ ആവറേജ് വെലോസിറ്റി, അപ്പോൾ വി ആവറേജ് is equal to delta x divided by delta t is equal to 4 by total time എത്രയാണ് 7, 4 by 7 meters per second. അപ്പോൾ ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി, അതായത് ഈ മൊത്തം മോഷന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 4 meters per second ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആവശ്യമുള്ളൂ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ചേഞ്ച് ഇൻ പൊസിഷൻ. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഈ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പാർട്ടിക്കിൾ എവിടുന്നാ സ്റ്റാർട്ട് ചെയ്തതെന്നൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. എത്രയാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് അറിയണം. ദൂരമല്ല കേട്ടോ. ഇവിടെ 1 dimensional മോഷൻ ആയതുകൊണ്ട് വെക്ടറിന്റെ ആ നേച്ചർ വലുതായിട്ട് വരുന്നില്ല. ഓക്കെ, അൺലെസ് അത് തിരിച്ചു പോകണമെങ്കിൽ. ഇവിടെ അങ്ങനെ വരുന്നുണ്ട് ശരിക്കും. ഓക്കെ, അത് വെക്ടർ നേച്ചർ ശരിക്കും വരുന്നുണ്ട്. കാരണം എന്താ അറിയോ, ഇവിടെ ആദ്യത്തെ 3 സെക്കൻഡിൽ അത് വെലോസിറ്റി പോസിറ്റീവ് ആണ്, അതായത് ഇത് റൈറ്റിലേക്കാണ് പോണത്. പിന്നെ അടുത്ത ഒരു സെക്കൻഡില് അത് ലെഫ്റ്റിലേക്കാണ് പോണത്. അപ്പോൾ ഇവിടെ വെക്ടർ നേച്ചർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വെക്ടർ നേച്ചർ കാരണമാണ് ഈ താഴെയുള്ള ഏരിയനെ നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ -3 meters. അപ്പോൾ ഇത് റൈറ്റിലേക്ക് പോണു ആ പാർട്ടിക്കിള്, പിന്നെ ഒരു സെക്കൻഡിന് ലെഫ്റ്റിലേക്ക് പോണു, പിന്നെയും ഒരു സെക്കൻഡില് പിന്നെയും റൈറ്റിലേക്ക് പോണു. ഓക്കെ, അപ്പോൾ ഇവിടെ ആവറേജ് വെലോസിറ്റി ഇസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇസ് 4 by 7 meters per second. ഓക്കെ, വാട്ട് ഈസ് ദി ആവറേജ് വെലോസിറ്റി ഫോർ ദ ഫസ്റ്റ് 5 seconds? ഓക്കെ, ഫസ്റ്റ് 5 seconds പറഞ്ഞാൽ ഇതുവരെ കേട്ടോ. അപ്പൊ ഇതുവരെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഇതുവരെ 3 സെക്കൻഡ് വരെ ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ട് എത്രയാണ്? 6 meters ആണ്. അടുത്ത ഒരു സെക്കൻഡിൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? -3 meters ആണ്. അടുത്ത ഒരു സെക്കൻഡിൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ജോബി? ഡിസ്പ്ലേസ്മെന്റ് ഒന്നുമില്ല. എന്താ കാരണം? വെലോസിറ്റി 0 അല്ലേ? അതെ. അപ്പോൾ അടുത്ത ഒരു സെക്കൻഡിൽ, അതായത് 4 സെക്കൻഡ് മുതൽ 5th സെക്കൻഡ് വരെ ഡിസ്പ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ ഈ 5 സെക്കൻഡ്സിലുള്ള ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ട് ഈ 4 സെക്കൻഡ്സിലുള്ള ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പോ ഡിസ്പ്ലേസ്മെന്റ് in 5 seconds is equal to ഈ 5 സെക്കൻഡ്സിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഈ 4 സെക്കൻഡ്സിലുള്ള ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. കാരണം അവസാനത്തെ ഒരു സെക്കൻഡിൽ there is no displacement because the velocity is 0. അപ്പൊ അതെന്താണ്? ഈ ആദ്യത്തെ 3 സെക്കൻഡിലത്തെ ഡിസ്പ്ലേസ്മെന്റ് +6, പിന്നെ അടുത്ത ഒരു സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് അത് നെഗറ്റീവ്, അത്രയേ ഉള്ളൂ. ഓക്കെ, is equal to 3 meters. അപ്പോ ആവറേജ് വെലോസിറ്റി, ഓക്കെ, ഇത് വി ആവറേജ് എന്ന് പറഞ്ഞാൽ ഫോർ 7 seconds ആണ് കേട്ടോ. നമ്മൾ എങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ. ആവറേജ് വെലോസിറ്റി ഫോർ 5 seconds is equal to ഈ ഡിസ്പ്ലേസ്മെന്റ് 3 divided by 5. ടൈം 5 അല്ലേ? അപ്പോ വി ആവറേജ് ഇത് എത്ര ഏത് ഇന്റർവെല്ലിലുള്ള ആവറേജ് വെലോസിറ്റിയാണ്? 5 സെക്കൻഡിലത്തെ 3 by 5 meters per second. ഓക്കെ, അപ്പോ ഇനി if the particle starts from x equal to 0 at t equal to 0, obtain the x versus t graph for the entire motion. Okay. അപ്പോൾ x versus t ഗ്രാഫ് എൻറ്റയർ മോഷനിൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഓരോ ഭാഗത്തിലത്തെയും അതിന്റെ ഗ്രാഫ് അറിയണം അല്ലെ. ഈ ഭാഗത്തിലത്തെ x versus t ഗ്രാഫ് അറിയണം, ഈ ഭാഗത്തിലത്തെ x versus t ഗ്രാഫ് അറിയണം, ഈ ഭാഗത്തിലത്തെ അറിയണം, ഈ ഭാഗത്തിൽ അറിയണം. അപ്പോ ആ ഭാഗത്തിലത്തേക്ക് അറിയാൻ നമ്മൾ ഈ ഭാഗത്തിലത്തെയും ഈ ഭാഗത്തിലത്തെയും ഈ ഭാഗത്തിലത്തെയും ഈ ഭാഗത്തിലത്തെയും ഇക്വേഷൻസ് ഓഫ് മോഷൻ അറിയണം. കാരണം ഇക്വേഷൻ ഓഫ് മോഷനെയാണ് നമ്മൾ എക്സ് വേഴ്സസ് ടി ഗ്രാഫ് ആയിട്ട് വരയ്ക്കുന്നത്. നമ്മൾ ഇതിന്റെ മുമ്പിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്തപ്പോൾ കണ്ടു. എക്സ്ക്യൂസ് മീ. അപ്പോൾ ഈ ഇക്വേഷൻ ഓഫ് മോഷനാണ് നമ്മൾ എക്സ് വേഴ്സസ് ടി ഗ്രാഫ് ആയിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കുക. അതായത് ഫോർ t is equal to 0 to t is equal to
3 seconds. എന്താണ് നമ്മുടെ ഇക്വേഷൻ? ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു വി ഡെൽറ്റ ടി. ഇവിടെ ഞാൻ വി ആവറേജ് എന്നല്ല എഴുതണം, കാരണം ആദ്യത്തെ 3 സെക്കൻഡിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇവിടെ വി ആവറേജ് ഞാൻ എഴുതുന്നില്ല. അപ്പോൾ ഡെൽറ്റ എക്സ് എന്താണ്? ഡെൽറ്റ എക്സ് ഇസ് എക്സ് മൈനസ് the starting time for this first time interval is 0. Starting time is 0. അവിടുത്തെ പൊസിഷൻ തന്നിട്ടുണ്ട്, 0 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് മൈനസ് എക്സ് 0 ഈസ് ഈക്വൽ ടു വെലോസിറ്റി അറിയാം, 2 meters per second അല്ല, അതെ 2 meters per second ആണ് വെലോസിറ്റി. 2 into ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഈ ടൈം ഇന്റർവെല്ലിലുള്ള ഒരു ജനറൽ ടൈം വെച്ചിട്ടുള്ള ടൈം ഇന്റർവെൽ. അതായത് ടൈം ടി ഈക്വൽ ടു 0 മുതൽ ടൈം ടി ഈക്വൽ ടു 3 seconds വരെ നമുക്ക് ഒരു ജനറൽ ടൈം എടുക്കുക ടി. ആ ടൈമിലത്തെ പൊസിഷനാണ് എക്സ്. അങ്ങനെയല്ലേ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കുക. ഇതിനു മുമ്പ് അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. അപ്പോൾ ആ ടൈമിലത്തെ പൊസിഷനാണ് എക്സ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ടി മൈനസ് സ്റ്റാർട്ടിംഗ് ടൈം എന്താണ്? 0. ഈ ഇന്റർവെല്ലിലെ സ്റ്റാർട്ടിംഗ് ടൈം 0 ആണ്. അപ്പോൾ എക്സ് 0 എന്താണ്? x0 0 ആണ്. ഇതാ x0 0 ആണ്. അപ്പോൾ എക്സ് മൈനസ് 0 അത് എക്സ് തന്നെ ഈക്വൽ ടു 2t. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ ഇതാണ്, എക്സ് ഇസ് ഈക്വൽ ടു 2t. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ t is equal to 3 seconds to t is equal to 4 seconds. കാരണം അടുത്തത് 1 സെക്കൻഡിന്റെ ഇന്റർവെൽ ആണ്. അവിടത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കാൻ ഞാൻ ഇതേ ഇക്വേഷൻ ഉപയോഗിക്കണമെന്ന് വെക്കാം, ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു വി ഡെൽറ്റ ടി. അപ്പൊ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ അറ്റ് എ ടൈം ടി, അറ്റ് എ ജനറൽ ടൈം ടി ബിറ്റ്വീൻ ടി ഇസ് ഈക്വൽ ടു 3 ആൻഡ് ടി ഇസ് ഈക്വൽ ടു 4. അതാണ് എക്സ്. ഇവിടെ അതുമാതിരി തന്നെയായിരുന്നു. സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്താണ്? സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഈ ഇന്റർവെല്ലിലെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഈ ടൈം 3യിലുള്ള പൊസിഷനാണ്. അപ്പൊ അതിനെ ഞാൻ x3 എന്ന് എഴുതുന്നു കേട്ടോ. x3 ഇസ് ഈക്വൽ ടു വി. വെലോസിറ്റി എന്താണ്? ഈ ഇന്റർവെല്ലിൽ -3 meters ആണ്. അപ്പൊ -3 ഇൻറ്റു ടൈം ഇന്റർവെൽ. ടൈം ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഈ ജനറൽ ടൈമും നമ്മുടെ ഈ ഇന്റർവെല്ലിലത്തെ സ്റ്റാർട്ടിംഗ് ടൈമും തമ്മിലുള്ള ടൈമാണ് ഈ ഇവിടെ ഉള്ള ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ജനറൽ ടൈം ടിയും സ്റ്റാർട്ടിംഗ് ടൈം എന്താണ്? 3 seconds. സി, ഞാൻ ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കാൻ എപ്പോഴും ഒരു ഭാഗത്തിൽ ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കാൻ ഞാൻ ആ ഇന്റർവെല്ലിലുള്ള ഒരു ജനറൽ ടൈം എടുക്കും. അതാണ് ആ ടി കേട്ടോ, അതാണ് ഇവിടുത്തെ ടി. ആ ടൈമിലുള്ള പൊസിഷനാണ് എക്സ്. ഇപ്പോൾ ഓക്കെ, അപ്പോൾ x3 എന്താണ്? x3 നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. x3 എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ എത്തുന്ന പൊസിഷൻ അത് നമ്മൾ കണ്ടുപിടിച്ചില്ല. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. അതെന്താണത്? ആദ്യത്തെ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? 2t. ഓക്കെ, അപ്പോൾ 3 സെക്കൻഡ് കഴിഞ്ഞാൽ സോ ദിസ് മീൻസ് ദാറ്റ് x3 മൂന്നാമത്തെ സെക്കൻഡിൽ ഇവിടെ t is equal to 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 2 into 3 ഈസ് ഈക്വൽ ടു 6 meters. അതായത് ആദ്യത്തെ 3 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഞാൻ ഇപ്പൊ ഇവിടെ പറയണത്. അത് നമുക്കറിയാം ഇതിന്റെ ഏരിയ 6 meters. അപ്പോൾ അതിങ്ങനെയും ചെയ്യാം. 2 into 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6 meters. അപ്പോൾ ഇവിടെ x3 എന്ന് പറയുന്നത് 6 meters ആണ്. അപ്പോൾ x minus 6 is equal to -3t, -3 into -3 plus 9. അപ്പോൾ അത് ഞാൻ ഇവിടെ എഴുതുകയാണെങ്കിൽ എന്താ കിട്ടുക? എക്സ് ഈ -6നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോവാ. എക്സ് ഇസ് ഈക്വൽ ടു -3t plus 9 plus 6. X is equal to -3t plus 15. ഇതാണ് രണ്ടാമത്തെ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ മനസ്സിലാവും. നമ്മൾ ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇതിന്റെ ഗ്രാഫൊക്കെ വരയ്ക്കാം. ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അപ്പൊ ഇതിലെന്താണ്? ഓക്കെ, ഈ സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ ഇരിക്കും? ഇത് ഒരു എന്താണ്? സ്ലോപ്പ് 2 ആണ്, അതായത് വെലോസിറ്റി 2 ആണ്. അത് നമുക്കറിയാലോ വെലോസിറ്റി 2 ആണെന്ന്. പക്ഷെ ഇതിൽ y ഇന്റർസെപ്റ്റ് ഇല്ല. ഇവിടെ y ഇന്റർസെപ്റ്റ് ഉണ്ട്. ഇവിടെ
സ്ലോപ്പ് വന്നിട്ട് -3 ആണ്, അതായത് വെലോസിറ്റി -3 ആണ്, സ്ലോപ്പ് വന്നിട്ട് 15 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗം. ഓക്കെ, ഈ ഭാഗത്തില് 4 to 6 വളരെ സിമ്പിൾ ആണ്. ഫോർ t is equal to 4 to t is equal to 6 seconds. വെരി സിമ്പിൾ. അതിൽ നമുക്ക് വലുതായിട്ട് എഴുതാനില്ല. എക്സ് മാറുന്നില്ല അല്ലെ? എന്താണ് എക്സ്? ഈ 4ാമത്തെ സെക്കൻഡിൽ എന്തായിരുന്നോ പൊസിഷൻ, അതേ പൊസിഷനാണ് 4ാമത്തെ സെക്കൻഡ് മുതൽ 6ാമത്തെ സെക്കൻഡ് വരെ. അപ്പോ 4ാമത്തെ സെക്കൻഡിൽ എന്തായിരുന്നു പൊസിഷൻ, അത് നമുക്കറിയാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അതായത് 6ഉം -3യും കൂടെ ആഡ് ചെയ്ത 3 meters ആണ് അല്ലെ? 3 meters ആണ് 4ാമത്തെ സെക്കൻഡിലത്തെ 4ാമത്തെ സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ്. 4ാമത്തെ സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് 6 - 3 3 meters ആണ്. പക്ഷെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ 0 ആയതുകൊണ്ട് പൊസിഷനും 3 meters ആണ്. കാരണം പൊസിഷൻ ഇസ് ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. അതാണ് ഫൈനൽ പൊസിഷൻ ഇസ് ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. സ്റ്റാർട്ടിംഗ് പൊസിഷൻ 0 ആയതുകൊണ്ട് ഫൈനൽ പൊസിഷനും ആ ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ 3 = 4 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ x4 is equal to -3 into 4 plus 15, that is equal to -12 plus 15 equal to 3 meters. അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെയും കണ്ടുപിടിക്കാം. പക്ഷെ ഇത് ഓക്കെ -12 plus 15 3 meters. അപ്പോ ഇങ്ങനെയും കണ്ടുപിടിക്കാം, മറ്റേ ഡിസ്പ്ലേസ്മെന്റ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഞാനിതിനെ മാർക്ക് ചെയ്തേട്ടാ. അതെന്തോ അതിങ്ങനെ വരുന്നത്, എന്തോ പ്രശ്നം. ഓക്കെ, അവസാനില്ല. ഇനി ലാസ്റ്റ് അല്ല. അപ്പൊ ഫോർ t = 4 to t = 6 seconds ഈ പൊസിഷനിൽ തന്നെയാണ്. എന്താണത്? 3 meters തന്നെയാണ്. അപ്പോ x is equal to 3 meters. ഇതാണ് ഈ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഫോർ t = 4 to t = 6, ഇക്വേഷൻ ഓഫ് മോഷൻ ഇസ് x = 3 meters. കാരണം 4th സെക്കൻഡിൽ അത് എവിടെയായിരുന്നോ അവിടെ തന്നെയാണ് ഈ 6ാമത്തെ സെക്കൻഡ് വരെ. ഓക്കെ, ഇനി ഫോർ t = 6 to t = 7 seconds. എന്താണ് ഇവിടെ തന്നെ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പോണത്? Δx = v Δt. x മൈനസ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 6th സെക്കൻഡ് ആണ്. അപ്പോൾ അവിടുത്തെ പൊസിഷനാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. x - x6 is equal to v into Δt. ഇവിടെ v എന്താണ്? ഈ ലാസ്റ്റ് സെക്കൻഡിൽ എന്താണ് വെലോസിറ്റി? 1 meter/second ആണ്. 1 into ടൈം ഇന്റർവൽ എന്താണ്? ടൈം ഇന്റർവൽ എന്ന് പറയുന്നത്, നമ്മൾ ഈ ടൈം എടുക്കുന്നത്, ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്നത് ഒരു ജനറൽ ടൈം ബിറ്റ്വീൻ 6 and 7 ആണ് ഇപ്പോൾ എടുക്കാൻ പോണത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടൈം എന്താണ്? 6th സെക്കൻഡ് ആണ് സ്റ്റാർട്ടിംഗ് ടൈം. അവിടുത്തെ പൊസിഷനാണ് x6. t - 6. അപ്പോ x6 നമുക്കറിയാം. x4 തന്നെയാണ് x6ഉം. കാരണം 4ാമത്തെ സെക്കൻഡ് മുതൽ 6ാമത്തെ സെക്കൻഡ് വരെ അത് എവിടെയും പോകില്ല. അപ്പോ x6ഉം 3 ആണ്. x - 3 is equal to 1 എന്ന് പറഞ്ഞാൽ അത് ഓക്കെ. സോ ദിസ് ഇസ് ഈക്വൽ ടു t - 6. അപ്പോൾ ഈ -3 അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പോൾ x is equal to t - 6 plus 3 is equal to t - 3. ഇതാണ് അവസാനത്തെ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പൊ ഇതെന്താണിത്? ഇതിന്റെ സ്ലോപ്പ് 1, അതായത് വെലോസിറ്റി 1. അത് നമുക്കറിയാം, വെലോസിറ്റി 1 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. y ഇന്റർസെപ്റ്റ് വന്നിട്ട് -3. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഗ്രാഫ് വരയ്ക്കാം. കാരണം എല്ലാ ഭാഗത്തിലത്തെയും ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിച്ചു. അപ്പോ ഇതന്നെയാണ് നമ്മൾ x വേഴ്സസ് t ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫിന്റെ ഓരോ ഭാഗത്തിലത്തെയും ഇക്വേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതാ ഗ്രാഫ്.
ഇതാണ് സാധനം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? അല്ല, ഈ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് ദി ലൈൻ എന്താണ്? ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഓക്കെ, 0 to 3 വരെ കോൺസ്റ്റന്റ് വെലോസിറ്റി മോഷൻ, അതുകൊണ്ട് എക്സ് വേഴ്സസ് ടി ഗ്രാഫ് ഇസ് സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ 3 to 4 വരെ വേറൊരു സ്ട്രെയിറ്റ് ലൈൻ, 4 to 6 വരെ വേറൊരു സ്ട്രെയിറ്റ് ലൈൻ. ഇതൊരു ട്രിവിയൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. വെലോസിറ്റി 0, കാരണം ഇതിന്റെ സ്ലോപ്പ് 0 ആണ്. ഇതിന്റെ സ്ലോപ്പ് 0 ആണ്, കാരണം ഇത് ഫ്ലാറ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് വെലോസിറ്റി 0 ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് 6 to 7 വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഇതെന്തായിരുന്നു? ഞാൻ നോക്കട്ടെ. ആദ്യത്തെ ഭാഗത്തിലത്തെ എന്താണ്? 2t. അപ്പോ ഇതിന്റെ ഈ ഭാഗത്തിലത്തെ ഇക്വേഷൻ എന്താണ്? അതായത് ഈ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x is equal to 2t. പിന്നെ ഇതെന്തായിരുന്നു? രണ്ടാമത്തെ ഭാഗത്തിലത്തെ x is equal to minus 3t plus 15. അപ്പൊ ഇത് x is equal to minus 3t plus 15. ഈ ഭാഗത്തിലത്തെയോ? ഇത് വെരി സിമ്പിൾ. x equal to 3. ഈ ഭാഗത്തിലത്തെയോ? ഈ ഭാഗത്തിലത്തെ എന്തായിരുന്നു? ഇതായിരുന്നു. x is equal to t minus 3. x is equal to t minus 3. അപ്പൊ നമുക്ക് എക്സ് വേഴ്സസ് ടി ഗ്രാഫ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓരോ ഭാഗത്തെയും ഇക്വേഷനും എഴുതി കഴിഞ്ഞു. അപ്പൊ ഇത് നമുക്കൊന്ന് നോക്കാം, ശരിയായിട്ട് തന്നെയാണോ ഇരിക്കണം നോക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഗ്രാഫ് 0 കൂടെ പോണ കാരണം y ഇന്റർസെപ്റ്റ് ഇല്ല. അതാണ് ഇവിടെ y ഇന്റർസെപ്റ്റ് ഒന്നും ഇല്ലാത്തത്. ഇത് വന്നിട്ട് നെഗറ്റീവ് സ്ലോപ്പാണ്. അതാണ് ഈ ലൈൻ ലെഫ്റ്റിലേക്ക് ചരിഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ലെഫ്റ്റിലേക്ക് ചരിഞ്ഞിരിക്കുന്ന ലൈനൊക്കെ നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നെഗറ്റീവ് സ്ലോപ്പ്, കാരണം വെലോസിറ്റി നെഗറ്റീവ് ആണ്. ഈ ഭാഗത്ത് നമ്മുടെ പാർട്ടിക്കിൾ ലെഫ്റ്റിലേക്ക് പോവാണ്, ഈ ഭാഗത്ത് റൈറ്റിലേക്ക് പോവാണ്. പിന്നെ y ഇന്റർസെപ്റ്റ് 15. അതായത് നമ്മൾ ഈ ലൈനെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നല്ലോ, ഇവിടെ 7 അല്ലേ, ഇങ്ങനെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇത് 15ലാണ് കട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ y ഇന്റർസെപ്റ്റ് 15 ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് ഒരു ഫ്ലാറ്റ് ലൈൻ x equal to 3, കാരണം ഇവിടെ വെലോസിറ്റി ഇല്ല. ഇനി ലാസ്റ്റ് ഭാഗം, ഇതിന്റെ സ്ലോപ്പ് t ആണ്. ഇതുണ്ടോ, കറക്റ്റ് ഡയഗണലിൽ കൂടെ പോകണ്ടില്ലേ, അതുകൊണ്ടാണ് ഇതിന്റെ സ്ലോപ്പ് 1 ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ y ഇന്റർസെപ്റ്റ് -3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലൈനെ നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ, ഇങ്ങനെ താഴെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇത് ഇവിടെ -3 വന്ന് കട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇതിന്റെ ഇക്വേഷൻ x equal to t minus 3 എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വേറെ പ്രോബ്ലമായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.